നാമം ഇന്ന് പകലിൽ വാഴ്ത്തപ്പെടട്ടെ. ദൈവത്തിന് മഹത്വം. ഈ മീറ്റിംഗ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യ ദേവദാസൻ എബ്രഹാം കുര്യാക്കോസ് അവர்கள், ഇന്ന് ഈ ശുശ്രൂഷ നിർവഹിക്കുന്ന പാസ്റ്റർ എം.ടി. മാത്യു, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ധാരാളം ദൈവദാസന്മാരുണ്ട്. പാസ്റ്റർ മാത്യൂസ് ജോർജ്, പാസ്റ്റർ ഇവാഞ്ചലിസ്റ്റ്, എനിക്ക് മുമ്പ് ദൈവജനം സംസാരിച്ച കർത്താവദാസൻ ടി.വി. മാത്യു, അതോടൊപ്പം തന്നെ പാസ്റ്റർ ടി.എം. ദിലീപ്, എൻ്റെ സ്നേഹിതന്മാരിൽ ഒരാളായ പ്രിയ മാമൻ മൊഴീസ് പാസ്റ്റർ, സാംബിലിപ്പ് പാസ്റ്റർ, പാസ്റ്റേഴ്സ് ബി കെ ശൗമേന, സുരേന്ദ്രൻ, പാസ്റ്റർ പി.എം. മാത്യു, ജോർജ് കുട്ടി, മാത്തുക്കുട്ടി, അവിടെയും ഒരു മാത്തുക്കുട്ടി പാസ്റ്റർ ഇരിപ്പുണ്ട്. അങ്ങനെ എല്ലാവരെയും പാസ്റ്റേഴ്സിനെ മുഴുവനും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെല്ലുന്നു. ഇരു കുടുംബത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് എന്ന പകലിൽ പ്രിയ സ്റ്റീവന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ. എനിക്ക് മുമ്പ് ആ സഭയുടെ ശുശ്രൂഷകനായി ഇന്ന് ഈ മീറ്റിംഗ് ചെയ്യുന്ന ബഹുമാന്യ ദൈവദാസ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ് ഏജിന്റെ ആരംഭത്തിൽ 2004 മുതൽ 10 വരെയുള്ള വർഷങ്ങളിൽ ആ സഭയുടെ ശുശ്രൂഷകനായിരിക്കാൻ ദൈവം കൃപ നൽകിയ കുട്ടിയാണ്. ആ കുടുംബമായിട്ട് അന്ന് മുതലൊരു അഭേദ്യമായ സ്നേഹബന്ധമുണ്ട്. പ്രത്യേകിച്ച് പറമ്പേത്ത് കുടുംബം കിടങ്ങന്നൂർ, മെഴുവേലി അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയിലുള്ള ആത്മീയ ഉണർവുകൾക്ക് വളരെ സുദീർഘമായ സംഭാവന ചെയ്തിട്ടുള്ള ഒരു കുടുംബമാണ്. ആ കുടുംബത്തിലെ ഒരു പിൻതലമുറക്കാരൻ എന്ന നിലയിൽ പ്രിയ റോയ് ബ്രദറുമായി പരിചയപ്പെടുവാനും ആ കുടുംബമായി പരിചയപ്പെടാനും അവരുടെ സ്നേഹം അനുഭവിക്കാനും അവരുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാനും ഒക്കെ ദൈവം അവസരം വരികയും റോണി ഇവിടെ ഇരിപ്പുണ്ട്. അവർക്ക് ഞങ്ങളൊരു സ്നേഹിതരായിരുന്നു. നേരത്തെ സൺഡേ സ്കൂളിൽ വരും, പായെല്ലാം ക്രമീകരിക്കും, എന്നിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങളുമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യുമായിരുന്നു. പ്രിയമോനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവജനത്തിൻ്റെ ചിന്തകളിലേക്ക് കടക്കാനായിട്ട് പോവുകയാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടെ വന്ദനം. പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 7-ാം വാക്യം ഞാനിവിടെ വായിക്കട്ടെ. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടും കൂടെ വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളുമെന്ന് ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുക്കുക. സാധാരണഗതിയിൽ സ്ത്രീകളെ സംബോധന ചെയ്തുകൊണ്ടാണ് പ്രസംഗം ഭൂരിപക്ഷം. പക്ഷെ ഇന്നത്തെ പേരിൽ ഞാൻ പുരുഷന്മാരെ സംബോധന ചെയ്തുകൊണ്ട് സ്ത്രീകളിലേക്ക് കടന്നു വരുവാനാണ് ആഗ്രഹിക്കുന്നത്. മോക്കാശ്വാസമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കീഴടങ്ങിയിരിക്കണമെന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ കല്യാണ വേദികളിൽ ഒത്തിരി നെഗറ്റീവ് ആയിട്ടുള്ള സന്ദേശങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അവിടെ തകർന്നു, ഇവിടെ തകർന്നു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇവരെ ശുഭപ്രതീക്ഷയോടെ കാലെടുത്ത് വെക്കുമ്പോൾ നല്ല കാര്യങ്ങൾ കേട്ട് അവരനുഗ്രഹിതരായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും, ഇവിടെ നടക്കുന്ന പ്രസംഗങ്ങളെയും എല്ലാം 3 പദത്തിൽ നമുക്ക് ഒതുക്കാനായിട്ട് പറ്റും. 1 കർമ്മം, 2 ധർമ്മം, 3 മർമ്മം. കർമ്മം എന്ന് പറഞ്ഞാൽ തന്നെ ബഹുമാന്യ ദേവദാസൻ എം.ടി. മാത്യു പാസ്റ്റർ പ്രാർത്ഥിച്ചാരംഭിച്ചപ്പോൾ മുതൽ ഏറ്റവും അവസാനം ഇവിടെ നടക്കുന്നതിൽ ബഹുമാന്യ ദൈവദാസന്മാർ ഒരാൾ പ്രാർത്ഥിച്ച ആശീർവാദം പറയും. അതുവരെയാണ് വിവാഹത്തിന്റെ കർമ്മം എന്ന് പറയുന്നത്. കർമ്മം അതുവരെയാണ്. പക്ഷെ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് മരണം. നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം വരെ നീണ്ടു നിൽക്കുന്നതാണ്. കർമ്മം എന്നുകൊണ്ട് തീരും. ഞാൻ പറഞ്ഞല്ലോ, പ്രാർത്ഥിച്ചാരംഭിച്ചപ്പോൾ മുതൽ തുടക്കം കുറിച്ചു ആശീർവാദം പറയുമ്പോൾ വിവാഹ ശുശ്രൂഷ തീരും. പക്ഷെ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ മരണം വരെ നീണ്ടു നിൽക്കുകയാണ്. അപ്പൊ ഒരു ന്യായമായൊരു ചിന്ത വരാം. ഇവിടെ ആനയില്ല, അമ്പാരിയില്ല, അഗ്നിയില്ല, ചൊല്ലില്ല, ചൊലുത്തില്ല, സ്ഥാനവസ്ത്രം ധരിച്ച ആചാര്യന്മാർ ഇവിടെ വന്നിട്ടില്ല. പിന്നെ ഇങ്ങനെ ഇവരെ ഒന്നിക്കുന്നൊരു ചിന്ത വരാം. പ്രിയരെ, ഇവരെ ഒന്നിക്കുന്നത് ബഹുമാന്യ ദേവദാസൻ പാസ്റ്റർ എം.ടി. മാത്യുവിന്റെ ബലഹീന കരമാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് എന്നോട് ക്ഷമിക്കുക. നല്ല ആരോഗ്യമുള്ള ആളാണ്, കരമൊക്കെ ബലമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ മാനുഷിക കരമാണ് നമ്മുടെ കണ്ണിന് മുമ്പിലെങ്കിലും ഇവരെ ഒന്നിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ മാനുഷിക കരം മാത്രമല്ല, നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നിങ്ങളെ കണ്ട സർവശക്തനായ ദൈവത്തിന്റെ തൃക്കൈയാണ് നിങ്ങളെ ഒന്നിപ്പിക്കുന്നത്. ആ ഒരു വിശ്വാസം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാണണം. ഉയർച്ചകൾ വരും, താഴ്ചകൾ വരും, മാനം വരും, അപമാനം വരും, സാമ്പത്തിക ഞെരുക്കങ്ങൾ പക്ഷെ വന്നേക്കാം, ഉയർച്ചകൾ വന്നേക്കാം. അപ്പോഴെല്ലാം
ദൈവമാണ് ഞങ്ങളെ ഒന്നിപ്പിച്ചെന്നൊരു ചിന്ത വേണം. അതാ പറയുന്നില്ലേ, എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി, മാംസത്തിൽ നിന്ന് മാംസം, നീ എന്നോട് കൂടെ ഇരിക്കാൻ തന്ന ഈ സ്ത്രീ. അപ്പൊ അവന് ബോധമുണ്ടായിരുന്നു, എന്നോട് കൂടെ ഇരിക്കാൻ ദൈവം തന്നതാണ് ഈ സ്ത്രീ എന്ന് ബോധമുണ്ടായിരുന്നു. യേശുത്തമ്പുരാൻ പരശുശ്രൂഷ ചെയ്യുമ്പോൾ പരീക്ഷന്മാരടുക്കെ ചെന്നിട്ട് പരീക്ഷിച്ചൊരു ചോദ്യം ചോദിച്ചു, ഏത് കാരണം ചൊല്ലി ഭാര്യ ഉപേക്ഷിക്കാമോ? യേശുക്രിസ്തുവിന്റെ ഉത്തരവെന്ന് പറയുന്നത്, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത്. ഇവിടെ മറ്റ് യാതൊരു കാര്യങ്ങളും കൊണ്ടും നിങ്ങളെ ഒന്നിപ്പിക്കുന്നില്ലെങ്കിലും ദൈവമാണ് നിങ്ങളെ ഒന്നിപ്പിക്കുന്നത്. ഏതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയാമോ? ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ, അഥവാ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ. എങ്ങനെയാണെന്നറിയാമോ? നിങ്ങൾ രണ്ടുപേരും മനമൊന്ന്, എല്ലാം ഒന്നാണെന്ന് പറഞ്ഞ് കൈകൾ പരസ്പരം കൊടുത്ത് ഉഭയസമ്മതത്തിലൂടെ ഭാര്യാഭർത്തക്കന്മാരാകുകയാണ്. അപ്പൊ ദൈവം നിങ്ങളെ ഒന്നിക്കുന്നു വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ. എപ്പോൾ? ഉഭയസമ്മതത്തിലൂടെ. എങ്ങനെ? ഹൃദയം ഒന്നാകുന്ന ആ പ്രക്രിയ മലങ്കരങ്ങൾ കൊടുത്ത് നമ്മൾ സ്വീകരിക്കുകയാണ്. ദൈവം നിങ്ങളെ ഒന്നിപ്പിക്കുന്നു എന്നൊരു ചിന്ത നിങ്ങളെ ഭരിക്കുകയാണ്. രണ്ടാമത്, എന്തിനു വേണ്ടിയ വിവാഹം എന്നറിയാമോ? പറഞ്ഞ 4 കാര്യത്തിന് വേണ്ടിയാണ്, 5 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, ഞാൻ അവിടെ എല്ലാം പ്രധാനമായും ഊന്നൽ നൽകാനായിട്ട് ആഗ്രഹിക്കുന്നത് ധർമ്മത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അത് അതുകൊണ്ടൊന്ന് പറഞ്ഞ് പ്രാരംഭത്തിലുള്ള ദൈവദാസന ഭാഗത്തിന് വിട്ടുപോയിട്ടുണ്ടായിരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ആ ഭാഗം അദ്ദേഹം പറയാതെ ഗഹനമായ മറ്റു ചില കാര്യങ്ങളാണ് ഓർപ്പിച്ചത് എന്നതുകൊണ്ട് ഞാനതൊന്ന് പരാമർശിക്കാം. ഒന്ന്, പ്രിയ മോൾ മെറി സ്റ്റീവൻ ഒരു തക്ക തുണയാണ്. സ്റ്റീവൻ ഈ പ്രിയ മകൾക്കൊരു വിശ്രാമമാണ്. അതുകൊണ്ട് നവോമി രൂത്തിനോട് പറയുന്നുണ്ട്, ഞാൻ നിനക്കൊരു വിശ്രാമം അന്വേഷിക്കേണ്ടതല്ലയോ? അപ്പോൾ തക്ക തുണ, വിശ്രാമം. ഇനി എന്തിനാണെന്നറിയാമോ? ഓരോരുത്തന് സ്വന്തം ഭാര്യയും ഓരോരുത്തിക്ക് സ്വന്തം ഭർത്താവും. എന്തിനാണെന്നറിയാമോ? ദുർനടപ്പുണ്ടാകാതിരിക്കാൻ. അഥവാ മനുഷ്യനുള്ള വികാര വിക്ഷോഭങ്ങളെ ശരിയായ ദിശയിൽ നയിച്ച് നമുക്ക് നൽകുന്ന കുടുംബജീവിതം അനുഗ്രഹപരമായി നയിക്കേണ്ടതിന് ദൈവം വെച്ചിട്ടുള്ള ഒരു വ്യവസ്ഥയാണ് വിവാഹം എന്ന് പറയുന്നത്, മറ്റു ദോഷവഴിയിലേക്ക് ജീവിതം പോകാതിരിക്കാൻ. മൂന്നാമത്, ദൈവം നിങ്ങൾക്ക് നല്ല തലമുറയെ തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സന്തോഷത്തോടെ നിങ്ങളിൽ കൂടെ ഒരു ദൈവിക തലമുറ ഈ ഭൂമിയിൽ പിറക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നാലാമത്തെ കാര്യം, ഇത്രയും നാളും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് യേശുക്രിസ്തു കർത്താവെന്ന് ഏറ്റുപറഞ്ഞത്. ഇന്നു മുതൽ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഏറ്റുപറയുകയാണ്, യേശുക്രിസ്തു ഞങ്ങളുടെ കർത്താവ്. സ്തോത്രം. അതുകൊണ്ട് അങ്ങനെ ഒരു വിശുദ്ധമായ ജീവിതത്തിന് വേണ്ടിയാണ് നിങ്ങളെ ഇന്ന് പകലിൽ കർത്താവ് ഒന്നിപ്പിക്കുന്നത്. രണ്ടാമത്തെ, ധർമ്മം എന്ന് പറയുന്നതിലേക്ക് 1-2 കാര്യങ്ങൾ ഓർപ്പിച്ച് എനിക്ക് തന്നിരിക്കുന്ന എന്നോട് സമയം പറഞ്ഞു, പക്ഷേ ഞാൻ അത്രയും എടുക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ പെട്ടെന്ന് തന്നെ ഇരിക്കുവാനായിട്ട് കർത്താവ് ശരണപ്പെടുന്നു. നമുക്കറിയാം, ധർമ്മം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അനുവർത്തിക്കേണ്ട കാര്യങ്ങളാണ്. ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും വിശുദ്ധ വേദപുസ്തകത്തിൽ എഫേസ്യ ലേഖനം 5-ാം അധ്യായം 22 മുതൽ, കൊരിന്ത്യ ലേഖനം 7-ാം അധ്യായം 2 മുതൽ 5 വരെ, കൊലോസ്യ ലേഖനം, അതോടൊപ്പം തന്നെ പത്രോസിന്റെ ലേഖനത്തിലേക്ക് കുടുംബജീവിതത്തെ കുറിച്ച് ഏറ്റവും അവസാനം വായിക്കും. പറയുമ്പോൾ ആവർത്തിച്ചു പറയുന്നതിൽ ഭാര്യയും ഭർത്താവും ചെയ്യേണ്ട 2 കാര്യമുണ്ട്. ഭർത്താവിനോട് പറയുക, നിന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയോട് പറയുക, നിന്റെ ഭർത്താവിനെ കീഴടങ്ങിയിരിക്കണം. അപ്പൊ ഭാര്യയെ സ്നേഹിക്കുക, അതാണ് ഏറ്റവും വലിയ ധർമ്മങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്. സ്തോത്രം. നമുക്കറിയാം, പ്രിയ മെറിൻ കൂട് വിട്ട്, വീട് വിട്ട്, പാപാടി ദേശം വിട്ട് കിടങ്ങണ്ണീരിലോട്ട് ചേക്കേറുക. അപ്പനും അമ്മയുടെയും സ്നേഹം ഇതുവരെ ഉണ്ടായിരുന്നു. ആ വീട്ടിലെ ഒരു മകൾ എന്ന നിലയിൽ വാരിക്കോരി നൽകിയ സ്നേഹം അവിടെ സ്റ്റോപ്പ് ആകുക. ദൂരെ നിന്നുള്ള സ്നേഹമേ ഇനിയുള്ളൂ. പക്ഷെ അവൾ വളരെ എക്സ്പെക്ടേഷനോട് വരികയാണ്, അങ്ങോട്ടാ വരുന്നേ. അപ്പോൾ ഇതുവരെ അവൾ അവിടെ വരുമ്പോൾ തീർച്ചയായും വീട് വിട്ടതിന്റെ ഒരൊറ്റപ്പെടലൊക്കെ ഉണ്ട്. അപ്പൊ ഭർത്താവ് അവളെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണമെന്നറിയാമോ? 2 കാര്യമാണ് ബൈബിൾ പറയുന്നത്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ, ക്രിസ്തു സ്നേഹിച്ചത് എന്തുവാ? നിസ്വാർത്ഥമായ സ്നേഹമായിരുന്നു, വിട്ടു നൽകുന്ന സ്നേഹമായിരുന്നു, സ്വാർത്ഥപരമായ സ്നേഹമായിരുന്നില്ല. എനിക്കുള്ളതെല്ലാം നിനക്കെന്ന് പറഞ്ഞ് നൽകുന്ന സ്നേഹമായിരുന്നു. അങ്ങനെ ഒരു സ്നേഹമാണ് ദൈവം തമ്പുരാൻ ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, യേശുക്രിസ്തു സഭയെ സ്നേഹിച്ചത് സഭ പൂർണ്ണമായതുകൊണ്ടല്ല. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം 100
എന്ന് 100% ഒരു കറയില്ല, ഒരു വാട്ടമില്ല, ഒരു മാലിന്യമില്ല, ഒന്നും 100% ആ രീതിയിലുള്ളവരല്ല. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇന്നത്തെ ദിവസം ഞാൻ ജീവിക്കുവാനായി നിന്റെ കരങ്ങളിലേക്ക് എന്റെ ജീവിതത്തിന്റെ താഴെ തുറന്നേൽപ്പിക്കുക. അവിടുന്ന് ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. കരങ്ങൾ പിടിക്കണം. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ചിന്തകൾ കൊണ്ടോ അങ്ങക്ക് വേദന വരുത്തുന്ന ഒന്നും വരാതെ ഒരു വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് പ്രാർത്ഥിച്ച വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങിയതില്ലേ? അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് കറയും മാറ്റവും ഒക്കെ ഉള്ള സഭയെ തനിക്ക് തന്നെ മുൻനിർത്തേണ്ടതിന് അവൻ തനിക്കായി തന്നെ ഒരുക്കുക എന്ന് പറഞ്ഞാൽ, ഈ സ്റ്റീവന്റെ മനസ്സിൽ ഭാര്യയെ കുറിച്ച് ഒരു സ്വപ്നം ഉണ്ടില്ലേ? ഇന്ന രീതിയിലായിരിക്കണം. മോക്കുണ്ട് ഭർത്താവിനെ കുറിച്ചൊരു സ്വപ്നം. എല്ലാ മനുഷ്യരുമുണ്ട്. ഒരു ചിന്തകൻ പറഞ്ഞേക്കുന്നത് 2 കല്യാണം ഒരു വേദിയിൽ നടക്കുന്നെന്നാണ്. ഹൃദയത്തിനകത്തുള്ള ചിന്തയിലുള്ള ഒരു ഭർത്താവും യഥാർത്ഥത്തിൽ കിട്ടുന്ന ഭർത്താവും. ചിന്തയിലുള്ള ഭാര്യ എന്ന് പറയുന്നത് രാവിലെ എഴുന്നേൽക്കണം, ഭാര്യയാണ്, ബുദ്ധികളാണെന്നൊക്കെ പറഞ്ഞ് പാട്ടുള്ളത് പോലെ കാപ്പി എനിക്ക് കൊണ്ടുതരണം, ഇച്ചിരി എനിക്ക് ദോശയും സമ്മതിയുമാണ് ഇഷ്ടം, നല്ല രീതിയിൽ ആ സമ്മതി അമേരിക്കൻ പോലെ അരച്ചു തരണമെന്നൊക്കെ ആയിരിക്കാം ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ. പക്ഷെ കിട്ടുന്ന ഭാര്യയ്ക്ക് സമ്മതി കഴിക്കാൻ പറ്റുകയില്ല, പക്ഷെ നല്ല മുട്ടക്കറി വെച്ച് തരാനായിട്ട് അറിയാമായിരിക്കാം. അപ്പൊ സ്വപ്നത്തിലെ ചിന്തയിലെ ഭാര്യയും യഥാർത്ഥത്തിലുള്ള ഭാര്യയും തമ്മിൽ ഒരേപോലെ ആകണമെന്നില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ അറിയാമോ? സ്നേഹം കൊണ്ട് തനിക്ക് തന്നെ സഭയെ മുൻനിർത്തേണ്ടതിന് ഒരുക്കുന്നത് പോലെ അവിടെ ബലഹീനതകൾക്ക് തുണ നിന്ന് അങ്ങയുടെ ഹൃദയത്തിന്റെ താല്പര്യമനുസരിച്ചുള്ള ഒരുവളായി ഒരുക്കിയെടുക്കുകയാണ്, ചേർത്ത് നിർത്തുകയാണ്. സ്തോത്രം. അപ്പൊ സഭയെ കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മൾ ഭർത്താക്കന്മാർ ഭാര്യയെ സ്നേഹിക്കണം. ഞാനിവിടെ വായിച്ച കുടിവാക്യം ഓർമ്മയുണ്ടല്ലോ. അവിടെ എഴുതിയിരിക്കുന്നു, ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുവാനാണ്. അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളാണ്. അവർ ബലഹീന പാത്രമെന്ന് ഓർത്ത് അവരെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? വിവേകത്തോടുകൂടെ അവരുടെ കൂട്ടത്തിൽ വസിച്ച് അവരെ ബഹുമാനം കൊടുക്കാൻ എഴുതിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, നോ യുവർ വൈഫ്, നിന്റെ ഭാര്യയെ നീ അടുത്തറിയുക. അവരുടെ ഫിസിക്കൽ എന്ന് പറയുന്നത് ബലഹീന പാത്രം എന്നാണ് എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം, ഇത്രയും നീളവും ഇത്രയും ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിലും ആള് ബലഹീനയാണ്. അതുകൊണ്ടാണ് ബലഹീന പാത്രത്തെ ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയാം? വിത്ത് 100% കെയറോടുകൂടി. തടവിട പൊട്ടിപ്പോകുന്ന ചില പാത്രങ്ങളൊക്കെ എഴുതിയിട്ടില്ലയോ? ആൻഡ് വിത്ത് കെയർ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ബലഹീന പാത്രമായതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? വളരെ സൂക്ഷ്മതയോട് വർത്തിക്കണം. ഒരു സാധാരണഗതിയിൽ ഒരു സഹോദരി പുരുഷനെ സംബന്ധിച്ച് 30 ദിവസം ഉണ്ട്, 30 ദിവസം വേണേ ഓടാൻ ചാടാൻ, പന്ത് കളിക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്യണം. എന്നാൽ ഒരു സ്ത്രീയുടെ ശരീരശാസ്ത്രം പഠിക്കുമ്പോൾ 1 മാസത്തിൽ തന്നെ 4 വ്യത്യസ്ത ശ്രേണികളിലൂടെയാണ് അവർ സഞ്ചരിക്കുന്നത്. അതിനനുസരിച്ച് ഫീലിംഗിന് വ്യത്യാസമുണ്ട്, ശരീര ക്ഷീണങ്ങൾക്കാണ്. അപ്പോൾ നോ യുവർ വൈഫ്, അവിടെ ബലഹീനതയും അവിടെ ബലവും അറിഞ്ഞ് അവളോട് ചേർന്ന് വസിക്കണം. അവൾ ബലഹീന പാത്രമാണെന്ന് അറിഞ്ഞ് കൈത്താങ്ങൽ കൊടുക്കണം. രണ്ടാമത്, അവളോട് കൂടെ എങ്ങനെ വസിക്കണമെന്ന് അറിയാം? ഇമോഷണലി മെന്റലി ഷീ സ്പീക്സ് ഓഫ് വിവേകത്തോടുകൂടെ വസിക്കണം. വിവേകത്തോടുകൂടെ വസിക്കണം. സ്തോത്രം. നമുക്കറിയാം, മിക്കവാറുള്ള കുടുംബക്കാർക്ക് ഇഷ്ടമല്ലാത്തത് അവരുടെ വീട്ടുകാരെ കുറ്റം പറയുന്നില്ല. അതേലും എനിക്കറിയാം, എന്റെ വീട്ടുകാർ എങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞാൽ മതി, അവരാഴ്ച മറക്കത്തില്ല. പുരുഷന്മാർ പെട്ടെന്ന് മറക്കും, സ്ത്രീകൾ മറക്കണമെന്നില്ല. അതുകൊണ്ട് വിവേകത്തോടുകൂടെ വസിക്കണം. മൂന്നാമത്, അവര് രണ്ടാക്കടയൊന്നുമല്ല, ദൈവം ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളായി കണ്ടവരാണ്. അതുകൊണ്ട് അവരെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? സ്പിരിച്വലി they are equal to us എന്നുള്ളൊരു ചിന്തയിൽ ആത്മീയമായി ദൈവം അവരെ കാണുന്നത് എന്നെ പോലെ തന്നെയാണെന്നുള്ള ചിന്തയിൽ അവർക്ക് ആത്മീയ കൈത്താങ്ങൽ കൊടുക്കുന്നവരായിരിക്കണം. ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളായിരിക്കണം. Know your wife, her physical condition, her spiritual condition and her emotional condition. അങ്ങനെ കൊണ്ട് സ്നേഹിക്കുമ്പോൾ ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, അവിടെ വലിയ അനുഗ്രഹം. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ അവർക്ക് ബഹുമാനം കൊടുക്കണമെന്ന്. ഞാൻ പറയാം, ഇത്രയും പേരുടെ മുന്നേ ചുമല്ല, ഒരു സഭയെ വെച്ച് ഭാര്യയെ താഴ്ത്തിക്കെട്ടി സംസാരിച്ചാൽ പിന്നെ എത്ര അൻപോജിയാണെന്ന് പറഞ്ഞാലും അവരായുസ്പര്യന്തം മുഴുവനും ആ കണ്ണുകൊണ്ടേ കാണത്തുള്ളൂ. അതുകൊണ്ട് ഭർത്താവ് ഭാര്യ എന്ത് ചെയ്യുക?
ബഹുമാനിക്കുക. ഭർത്താവ് ഭാര്യ എന്ത് ചെയ്യുക? സ്നേഹിക്കുക. എങ്ങനെ സ്നേഹിക്കുക? ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക. രണ്ടാമത് എഴുതിയിട്ടുള്ളത് സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കണം. ആരും സ്വന്തം ശരീരത്തെ എന്ത് ചെയ്തിട്ടില്ല? പകച്ചിട്ടില്ല. സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കുക. അപ്പൊ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുക, വിട്ടു നൽകി സ്നേഹിക്കുക. അവിടെ ഫിസിക്കൽ കണ്ടീഷൻ അറിഞ്ഞ്, അവിടെ സ്പിരിച്വൽ കണ്ടീഷൻ അറിഞ്ഞ്, അവിടെ ഇമോഷണൽ വേരിയേഷൻസ് അറിഞ്ഞ് അവളെ സ്നേഹിക്കുക. ഒരു പൊട്ടിപ്പോകുന്ന പാത്രമാണ്, വീടും കൂടും വിട്ട് എന്നോടൊപ്പം വന്നിരിക്കുക, നിത്യം ജീവിക്കാൻ അവൾക്ക് കൊടുക്കേണ്ട എല്ലാ കെയറും കൊടുക്കുക, അവളെ ബഹുമാനിക്കുക. അങ്ങനെ ഈ ഭാര്യ എന്ത് ചെയ്യണം അറിയോ? രണ്ടാമത് ഭാര്യയോട് പറഞ്ഞിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഭാര്യ ഭർത്താവിന് കീഴടക്കണം. കീഴടക്കണം എന്ന് പറഞ്ഞാൽ കീഴടക്കാൻ ബൈബിളിൽ എഴുതിയിട്ടില്ല. ഒരു ഭാര്യയും ഭർത്താവും ഒന്നിച്ച് കീഴടക്കണം. ആർക്കാന്നറിയാമോ? എഫേസ്യലേഖനം 5:22 മുതലാണ് വായിക്കാൻ പോകുന്നത്. പക്ഷെ ആ കണ്ണിയാലെ അവിടെ ആരംഭിക്കുന്ന 21 മുതലാണ്. ദൈവഭയത്തിൽ അന്യോന്യം എന്ത് ചെയ്യണം? കീഴടങ്ങിയിരിക്കും. ദൈവത്തിന് കീഴടങ്ങണം. ആരൊക്കെ? ഭർത്താവ് കീഴടങ്ങണം, ഭാര്യ കീഴടങ്ങണം. ഭാര്യ എന്ത് ചെയ്യണം? തലയാകുന്ന ഭർത്താവിന് കീഴടങ്ങണം. അതൊരു ഓർഡറാണ്. ഒരു വണ്ടി ഓടിക്കാൻ എല്ലാവർക്കും പറ്റിയല്ല. ഞങ്ങൾ വണ്ടി ഓടിക്കുന്നു. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴും എൻ്റെ മോനും ഞാനും കൂടെ വന്ന് അവരും അറിയാം വണ്ടി ഓടിക്കാൻ, എനിക്കും അറിയാം. പക്ഷെ വണ്ടി ഓടിക്കാൻ ഡ്രൈവർ സീറ്റിൽ ഇരിക്കാൻ ഒരാളെ പറ്റുള്ളൂ. എല്ലാവരുടെയും കൈ സ്റ്റിയറിംഗ് കൊടുത്തിട്ടില്ല. കുടുംബ ജീവിതത്തിന്റെ ഹെഡായി ദൈവം വെച്ചിരിക്കുന്നത് ഭർത്താവ്. അതുകൊണ്ട് ഭർത്താവിനെ എല്ലാ കാര്യത്തിലും കീഴടങ്ങിയിരിക്കുക. ഉചിതമല്ലാത്ത കർത്താവിൽ കീഴടങ്ങിയിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കീഴടങ്ങുന്ന ഒരു സ്വഭാവം വേണം. അങ്ങനെ കീഴടങ്ങിയുള്ള ഗുണം എന്താണെന്നറിയാമോ? ഈ പത്രോസിന്റെ ലേഖനം പഠിക്കുമ്പോൾ ഭർത്താക്കന്മാർ ആരെങ്കിലും ദൈവകൃപ വിട്ട് അന്യപ്പെട്ടു പോവുകയാണെങ്കിൽ നിങ്ങളുടെ നല്ല നടപ്പ് കണ്ടവർ കർത്താവിനോട് ചേർന്ന് വരുമെന്നാണ്. ഇറ്റ് ഈസ് എ പ്രൊക്ലമേഷൻ. ഒരു മൈക്ക് വെച്ച് പ്രസംഗിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് കീഴടങ്ങി ദൈവകൃപയിൽ വർദ്ധിച്ചു വരുന്ന ഒരു സഹോദരിയുടെ സ്വഭാവം കാണുമ്പോൾ, കള്ളുകുടിയനാണെങ്കിലും വെറുക്കൂത്തുകാരനാണെങ്കിലും കുറെ കഴിയുമ്പോൾ അനുതാപത്തോട് അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് വരും. അപ്പൊ കീഴടങ്ങുന്നത് ഇറ്റ് ഈസ് എ പ്രൊക്ലമേഷൻ. രണ്ടാമത് ഇറ്റ് ഈസ് ഡെക്കറേഷൻ നമ്മൾ വായിക്കുന്നത്. ഇങ്ങനല്ലോ സഹോദരിമാർ, മാന്യ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. പൊന്നെ വെള്ളി മുതലായ വസ്തുക്കളെ കൊണ്ടല്ല അവർ അലങ്കരിച്ചത്. താഴ്മയും വിനയവും സൗമ്യതയുള്ള നല്ല സ്വഭാവത്താൽ അവർ തങ്ങളെ തന്നെ അലങ്കരിച്ച് കീഴടങ്ങി ഇരുന്നത് പോലെ ഇറ്റ് ഈസ് എ ഡെക്കറേഷൻ. ഇറ്റ് ഈസ് എ വിർച്വൽ. അതൊരു നന്മയാണ്. സാറ അബ്രഹാമിനെ എങ്ങനെ വിളിച്ചു നമ്മൾ വായിക്കുന്നത്? യജമാനനെ എന്ന് വിളിച്ച് കീഴടക്കി. അത് നന്മയെന്നാണ് എഴുതിയിരിക്കുന്നത്. നാലാമത് ഇറ്റ് ഈസ് വാല്യുബിൾ. ഏറ്റവും ശ്രേഷ്ഠം എന്താണെന്നറിയാമോ? ഒരു ആനയും കൊണ്ട് അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ വില കൂടിയ കാറുമായി സ്ത്രീധനമൊക്കെ കൊടുത്ത് വീട്ടിലേക്ക് വരുന്ന ഒരു പെൺകൊച്ചിനേക്കാൾ താഴ്മയും വിനയവും ദൈവകൃപയും പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണവും ദൈവഭക്തിയുമുള്ള ഒന്നും കൊണ്ടുവരാതെ കൈവീശി വരുന്ന ഒരു കുഞ്ഞാണ് വിലയേറിയവൻ. സ്തോത്രം. അവിടെ കുഞ്ഞെ, ദൈവകൃപയിൽ നിങ്ങൾ പരസ്പരം കീഴടക്കുക. ഭാര്യ ഭർത്താവിനെ കീഴടക്കുക. അത് ബൈബിൾ പഠിപ്പിക്കുകയാണ്. It is a proclamation. It is a declaration. It is valuable and it is a great ritual. അത് ഏറ്റവും വലിയ നന്മയാണ്. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നത് കൊണ്ട് സ്നേഹിക്കുക. രണ്ട്, കീഴടങ്ങുക. മൂന്നാമത്, നിങ്ങൾ പരസ്പരം ഫെയ്ത്ത്ഫുൾ ആകുക, വിശ്വസ്തരായിരിക്കുക. നിങ്ങളുടെ മാതാപിതാക്കന്മാർ ഇവിടെയുണ്ട്. അവർ നിങ്ങളെ പോറ്റി വളർത്തിയവരാണ്. നിങ്ങളുടെ കൈയും കാലും വളരുന്നത് കണ്ട് മോന്റെയും അഥവാ സ്റ്റീവന്റെയും മെറിന്റെയും മാതാപിതാക്കന്മാർ വളർത്തിയവരാണ്. ഇന്ന് ഭാര്യ ഭർത്താവിടെ കൈ ഓർത്ത് കഴിഞ്ഞ അപ്പനും അമ്മയും എനിക്ക് ഏതുമില്ലേ എന്ന് പറഞ്ഞ് ജീവിക്കരുത്. അവരോട് നിങ്ങൾക്കുള്ള കടപ്പാടുണ്ട്. അതിൽ നിങ്ങൾ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. നിങ്ങൾ ഈച്ച് അതർ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. നിങ്ങളുടെ മാതാപിതാക്കന്മാരോട് നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. നിങ്ങളുടെ സഭയോട്, സമൂഹത്തോട് നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവാനുഗ്രഹം നിങ്ങളുടെ മേൽ വരും. ആ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫെലോഷിപ്പ്. ഈ ഫെലോഷിപ്പ് എന്ന് പറയുന്ന പദം തന്നെ വന്നതിന്റെ പിന്നിൽ, ഡിറൈവ് ചെയ്തതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുള്ള ഒരു കാര്യമുണ്ടെന്നാണ് പറയുന്നത്. ടു ഫെലോസ് ഇൻ വൺ ഷിപ്പ് എന്ന്. ഒരു ചെറിയ വള്ളത്തെ രണ്ടുപേര്, ഒരാൾ തലക്കിലിരിക്കുന്നു, ഒരാൾ അതിന്റെ പുറകിലിരിക്കുന്നു, അമരത്തിരിക്കുന്നു, ബാക്കിലിരിക്കുന്നു. രണ്ടുപേരും കൂടെ തുഴയാന്ന് വിചാരിക്കുക. ഇങ്ങോട്ട് ഒരാൾ തുഴയുന്നു, അങ്ങോട്ട് ഒരാൾ തുഴയുന്നു. ആ കയത്തിൽ കിടന്ന് ഇട്ടാവട്ടം ഇട്ട് കറങ്ങേ ഉള്ളൂ. അതേസമയം രണ്ടുപേരും
ഒരേ താല്പര്യത്തോടെ ഒരേ കാഴ്ചപ്പാടുകൂടെ തുഴഞ്ഞ അത് എവിടെ എത്തുമെന്നറിയാമോ? തീരുമാനം ഫെലോഷിപ്പ് എന്നുള്ളത് കൊണ്ട് അതേ മനസ്സോട് പോകുന്നെങ്കിൽ മാത്രമേ തീരുമാനത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേർക്കും നല്ല ഫെലോഷിപ്പ് വേണം. ഈ ഫെലോഷിപ്പിൽ നമ്മൾ വായിച്ച് കേട്ടിട്ടുണ്ടല്ലോ, പ്രേ ടുഗദർ ആൻഡ് സ്റ്റേ ടുഗദർ. നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നിച്ച് പ്രാർത്ഥിക്കണം. എൻ്റെ മകൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു ആക്സിഡന്റ് പറ്റി. അത് ഇപ്പോൾ ഹോസ്പിറ്റലായിരുന്നു, ഇന്നലെ വീട്ടിലേക്ക് പോയി. ഈ അസംബ്ലി സ്ക്വാഡിന്റെ തലവനായിരിക്കുന്ന ടി ജെ സുബേൽ സാറിന്റെ പ്രൈവറ്റ് അദ്ദേഹം വണ്ടി ഓടിക്കുക, അദ്ദേഹത്തിന്റെ സെക്രട്ടറി. അപ്പൊ അദ്ദേഹം ഈ മോനെ ഇപ്പൊ എല്ലാം ഞങ്ങളുടെ മോൻ എന്നും അവിടെ പോകാറുണ്ട്. അവരോട് പറഞ്ഞു, ടി ജെ സുബേൽ സാറ് 4 മണിയാകുമ്പോൾ എഴുന്നേക്കും, ഭാര്യയും ഭർത്താവും കൂടെ, എന്നിട്ട് അവർ പ്രാർത്ഥിക്കും. പ്രാർത്ഥനയില്ല, 6 മണിയാകുമ്പോൾ ഇവരെ വിളിച്ചുണർത്തും, എന്നിട്ട് അവനോടുകൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും. പോന്നടത്തൊക്കെ ആ പ്രിയപ്പെട്ടവരെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുകയുണ്ടായി. അപ്പൊ വീട്ടിൽ വന്ന് പറഞ്ഞു, ടി ജെ ശോഭൻ സാറൊക്കെ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, 6 മണിയാകുമ്പോൾ ഇദ്ദേഹത്തെ KVയെ വിളിച്ചുണർത്തും, അവർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കും. അപ്പൊ എന്താണെന്നറിയോ? പ്രേ ടുഗദർ ആൻഡ് സ്റ്റേ ടുഗദർ. നിങ്ങൾ ഒന്നിച്ച് നിങ്ങളുടെ കുടുംബജീവിതം ഇന്ന് ആരംഭിക്കുക. അടുത്ത പ്രഭാതം അതിരാവിലെ ഉണരുമ്പോൾ രണ്ടുപേരും കൈപിടിച്ച് ഒന്നിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രേ ടുഗദർ. ഒന്നാമത് പ്രയർ, 2 കെയർ. പരസ്പരം എന്ത് ചെയ്യണം? കെയർ ചെയ്യണം. രണ്ടുപേരും പരസ്പരം കെയർ ചെയ്യണം, കെയർ ചെയ്യണം. മൂന്നാമത് പ്രേ ചെയ്യണം, കെയർ ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ സഹോദരന്മാരെ കുറിച്ച് പറയുന്ന ഒരു ദിവസം 20,000 വാക്കുകൾ പറയുമെന്നാണ്. വീട്ടിനകത്ത് കോഴിയെയും അടുക്കളയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഭർത്താവ് ലോകം മുഴുവൻ ഓടി നടന്നിട്ട് തിരികെ വരുമ്പോൾ ഇവരിങ്ങനെ കാലം പൂർപ്പിച്ചിരിക്കുക, പോയ കാര്യങ്ങളൊക്കെ പറയുമെന്ന്. നമ്മളാണ് ക്ഷീണം കൊണ്ട് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഒന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ഒന്ന് TV ഓൺ ചെയ്തിട്ട് വാർത്ത കേൾക്കുവാനായിട്ട് പോകും. പക്ഷെ അവർക്ക് ഭയങ്കര വിമ്മിട്ടമാണ്. വിമ്മിട്ടം എന്ന് പറഞ്ഞാൽ പാത്രം കഴിയുന്ന വിമ്മ ഇഷ്ടമെന്നല്ല, ഭയങ്കര വിമ്മിഷ്ടമാണ്. എന്റെ കാര്യം അറിയാമോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ വീട്ടിലെ കാര്യം നോക്കി, കുഞ്ഞുങ്ങളെ നോക്കി വീട്ടിൽ ഇരിക്കുക. അങ്ങനെ കയറി വന്നപ്പോൾ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുക എന്നൊരു ചിന്ത വരും. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? പരസ്പരം ഷെയർ ചെയ്യണം, പരസ്പരം ഷെയർ ചെയ്യണം. എന്റെ ഭർത്താവിനോട് പോലും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ ആരോടും പറയുന്ന ഒരു രഹസ്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. എന്റെ ഭാര്യയോട് പോലും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഒരു രഹസ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ഷെയർ ചെയ്യുക. അടുത്ത ഒരു കാര്യം കൂടെ പറഞ്ഞാൽ ഇരിക്കുക, ഫർഗീവ്നെസ്. ഫർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രയാണേലും കുറവുകളില്ലാത്ത മനുഷ്യൻ ആരുമില്ല. എവിടെയെങ്കിലും കുറവുകൾ വരും, പക്ഷെ അത് ഊതിപ്പിരിപ്പിക്കാൻ തോന്നുകയാൽ ഊതിപ്പെരുത്തുകൊണ്ട് തന്നെ ഇരിക്കും. അതേസമയം ക്ഷമിക്കുക, ക്ഷമിക്കുക, ക്ഷമിക്കുക. ഇവിടെ ഇരിക്കുന്ന പലരുടെ ഇവിടെ വന്നിരിക്കുന്ന പലരും ഒന്നിച്ചിരിപ്പുണ്ട്, ഭാര്യ ഭർത്താവും അല്ലെങ്കിൽ പലയിടത്തായിട്ടായിരിക്കാം. പലരും ഒന്നിച്ചിരുന്ന് പോകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ക്ഷമിക്കുന്നത് കൊണ്ടും സഹിക്കുന്നത് കൊണ്ടുമാണ്. ക്ഷമിക്കുക പ്രിയപ്പെട്ടവരെ. പണ്ടൊരിക്കലും ഒരു അച്ഛൻ ഒരു സഭയിലെ ഒരു വീട്ടിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മാമ്മ വഴക്കുമായി വന്നപ്പോൾ, അച്ഛോ ഈ മനുഷ്യനെ സഹിച്ച് 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 ഞാൻ മടുത്തു, എനിക്ക് ഞാൻ അവിടുന്ന് ജീവിക്കാൻ വയ്യായ എന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, എടി കുഞ്ഞെ ഒരു കാര്യം ചെയ്യും, 200 പേജിന്റെ ഒരു ബുക്ക് എടുത്ത് അവരെ കുറ്റം മുഴുവനും എഴുതി തരാനായിട്ട് പറഞ്ഞു. ഞാൻ വരുന്ന ആഴ്ച ഇതേ സമയത്ത് വരുമെന്ന് പറഞ്ഞു. ഭർത്താവിനോട് പറഞ്ഞു, നീ എഴുതിക്കോളാൻ പറഞ്ഞു. പിറ്റേ ആഴ്ച അച്ഛനോട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഭാര്യ 2 ബുക്കുമായിട്ട് വന്നിട്ട് പറഞ്ഞു, അച്ഛോ ഈ 200 ബുക്ക് തികഞ്ഞില്ല, ഇങ്ങനെ കുറിച്ച് എഴുതാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്, ഞാനൊക്കെ മടുത്ത് പേരാ ഇരുന്നുകൊണ്ട് നിർത്തിയതാണെന്നൊക്കെ പറഞ്ഞു. ഉടനെ അച്ഛൻ ഭർത്താവിനോട് ചോദിച്ചു, നിന്റെ ബുക്കിങ് കൊണ്ടുവരാൻ പറഞ്ഞു. ഉടനെ അദ്ദേഹം പറഞ്ഞു, അച്ഛോ എഴുതാനാണെങ്കിൽ ഇവിടെ പറഞ്ഞിട്ട് ഒത്തിരി ഉണ്ട്, പക്ഷെ എൻ്റെ ഭാര്യയല്ലേ, ഞാൻ ഇതുകൊണ്ട് ക്ഷമിക്കുക, ഞാനൊക്കെ സഹിക്കുക. പ്രിയരെ, കുറവും കുറ്റങ്ങളും ഇല്ലാത്ത മനുഷ്യൻ ഭൂമിയിലില്ല. പക്ഷേ ആ കുറവുകളെ നികത്തി ദൈവം എന്നോടുകൂടെ ഇരിപ്പാൻ തന്നവൻ, ദൈവം എന്നെ കരം പിടിപ്പിച്ച എൻ്റെ ഹെഡ്. അതുകൊണ്ട് കർത്താവേ, ഓരോ ദിവസവും തിരുകൃപ വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് മുന്നോട്ട് നീങ്ങണം. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ക്രിസ്ത്യൻ വിവാഹം എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവും തന്നെ കൈ കൊടുക്കുകയല്ല. പ്രിയപ്പെട്ടവൻ വയസ്സമ്മത വാചകം ചൊല്ലിത്തരും. സന്തോഷത്തിലും സന്താപത്തിലും ഉയർച്ചയിലും താഴ്ചയിലും മാനത്തിലും അവമാനത്തിലും നമ്മൾ ഒന്നിച്ച് ജീവിക്കുമ്പോൾ നിങ്ങൾ തീരുമാനമെടുക്കുക. പക്ഷെ നിങ്ങളുടെ കണ്ണ് കാണത്തില്ലെങ്കിലും നിങ്ങൾ ക്ഷണിച്ചാൽ ഒരാളൂടെ നിങ്ങളുടെ കയ്യെ കയറി പിടിക്കും. ആരാന്നറിയാമോ? നിങ്ങളുടെ സൃഷ്ടിതാവ് നിങ്ങളുടെ കയ്യെ പിടിച്ചിട്ട് ഒന്നിച്ചുടമ്പടി പറയാൻ പോവാം. ഇന്നു മുതൽ സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും സന്താപമാണെങ്കിലും നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കുടുംബജീവിതം ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു കുടുംബജീവിതം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ കരമുയർത്തി ഒരു നിമിഷം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാൽ
ഹല്ലേലൂയ. ഇങ്ങനെ നിങ്ങൾ ധർമ്മങ്ങൾ പാലിച്ച് മുന്നോട്ട് പോയാൽ ദൈവത്തിന്റെ ദൂതന്മാര് സ്വർഗത്തിൽ ചെന്നിട്ട് ഒരു ആപ്ലിക്കേഷൻ പൂരിപ്പിച്ചു കൊടുക്കുന്നത് ഞാൻ എന്റെ ഭാവനയെ കാണുകയാണ്. ദൈവമേ, എനിക്ക് ഒരാഴ്ചത്തേക്ക് അവധി വേണം, സ്വർഗത്തിൽ നിന്ന് എനിക്ക് ഒരിടം വരെ പോകാനാ. ദൈവം ചോദിച്ചു, എടാ എങ്ങോട്ട് പോകാനാ? അതാ സ്റ്റീവന്റെയും മെറിന്റെയും വീട്ടിലോട്ട് പോകാനാ. ആ കുഞ്ഞുങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം നയിക്കുക, ഭൂമിയിലെ സ്വർഗം പോലെ തോന്നുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അവധി തരൂ, ഞങ്ങൾ പോകട്ടെ എന്ന് പറയുന്ന ഒരു കാഴ്ച നിങ്ങളുടെ മനസ്സിൽ നിന്ന് ചിന്തിക്കുക. ദൂതന്മാര് സ്വർഗത്തിൽ അവധി ചോദിക്കത്തക്ക രീതിയിൽ, ഞാനത് നടക്കുന്ന കാര്യമല്ല, അങ്ങനെയുള്ള ഒരു കുടുംബജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ദാസൻ ഏറ്റവും അവസാനം പറഞ്ഞ മർമ്മത്തെക്കുറിച്ചും നമ്മോട് പറയേണ്ടതുണ്ടല്ലോ. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതിശ്രേഷ്ഠമായ നല്ല കുടുംബജീവിതം ദൈവം നിങ്ങൾക്ക് ദാനം.